നമസ്കാരം, ദിസ് ഇസ് മീ അദീന ചന്ദ്രൻ ആൻഡ് യു ആർ വാച്ചിങ് ദി ലൈഫ്. സോ ഇന്ന് നമ്മളൊരു ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു 2 years ബാക്ക് ഞാൻ ഈ വീഡിയോ ഇട്ടതാണ്. ഞാൻ എൻ്റെ മുഖം കഴുകി അത് കുളിച്ച് വന്നിരിക്കുകയാണ്. വി ആർ ഗോയിങ് ടു ലണ്ടൻ. ഫസ്റ്റ് ഓഫ് ഓൾ, ഞാനൊരു എക്സ്പേർട്ട് ഒന്നുമില്ല, ഞാൻ വലിയ മേക്കപ്പിൻ്റെ വലിയ ആളൊന്നുമില്ല. സോ ഐ നോ വെരി ബേസിക് തിങ്സ്. എൻ്റെ ചെറിയ ഇത് എനിക്കറിയുള്ളൂ. സോ എനിക്കറിയുന്ന കാര്യം എന്താ വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. സോ കം ഓൺ ഗൈസ്, ലെറ്റ്സ് ഗെറ്റ് ടു ദ വീഡിയോ. സോ ഫസ്റ്റ് തിങ്, മുഖത്തൊന്നുമില്ല, ഞാൻ ഫേസ് വാഷ് ചെയ്ത മുഖമാണ്. ഭയങ്കര ഡ്രൈ ആണ് ഇപ്പോൾ സ്കിന്ന്. മുടി മാറി കെട്ടാം, കാരണം ഇല്ലെങ്കിൽ ഐ ഡോണ്ട് ലൈക്ക് ദിസ് ഹെയർ ഫോളിങ് ഇൻ ടു മൈ ഫേസ്. കൊണ്ട് കെട്ടാം ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഹെയർ സ്റ്റൈലാണിത്. ഫസ്റ്റ് ഞാൻ സ്കിൻ കെയർ തന്നെയാണ് തുടങ്ങാറ്. ദ ഓർഡിനറിൻ്റെ ഹൈലറോണിക് ആസിഡ് എന്നാണ് നമ്മൾ തുടങ്ങാൻ പോകുന്നത്. മോയ്സ്ചറൈസേഷൻ ആണ് ഇത് മെയിൻ. ഇത് ജസ്റ്റ് ഒരു 4 drops എടുത്ത് അപ്ലൈ ചെയ്യാം. തണുക്കുന്ന എൻ്റെ കൈ ഈസ് ഫ്രീസിങ്. സോ എനിക്കിങ്ങനെ മുഖത്ത് കൈ വെക്കുമ്പോൾ തണുക്കുന്നു. സോ ഇതിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ മേലെ എന്ത് കഴിഞ്ഞാലും മോയ്സ്ചറൈസിങ് ക്രീം എന്തായാലും ഇടണം, അല്ലെങ്കിൽ സ്കിന്ന് ഭയങ്കര ഡ്രൈ ആയിട്ട് അതിൻ്റെ അഡ്വേഴ്സ് എഫക്റ്റ് വരുമെന്നാണ് ഞാൻ ചെയ്ത റിസർച്ചിൽ കണ്ടെത്തിയത്. ഞാൻ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസിങ് ക്രീം ഇസ് വെരി ബേസിക്. ദിസ് ഇസ് നിവ്യേൻ്റെ സോഫ്റ്റ്. ഇത് ഞാൻ പല വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുന്നതാണ്. എനിക്കൊരു കുഴപ്പമില്ല. മൈ സ്കിൻ ഇസ് ഗുഡ്. ഒരു പിശുക്കും കാണിക്കില്ല ഞാൻ ഇക്കാര്യത്തിൽ. ബാക്കി ഉണ്ടെങ്കിൽ കയ്യിലൊക്കെ തേച്ച് കൊടുക്കാം. മോയ്സ്ചറൈസർ ഫോർ ലിപ്സ് ആസ് വെൽ. ഐ ഹാവ് 2 of them. ഒന്ന് എൻ്റെ അനിയത്തി എനിക്ക് വാങ്ങി തന്നതാണ്. അതിൻ്റെ ബ്രാൻഡ് ഐ ഡോണ്ട് റിമെമ്പർ. ഡോട്ട് ആൻഡ് കീൻ്റെ ലിപ്പ് പ്ലംപിംഗ് സ്ലീപ്പിംഗ് മാസ്ക്. ബട്ട് ഇത് സ്ലീപ്പ് ചെയ്യുമ്പോൾ മാത്രമല്ല, മറ്റേ നമുക്ക് യൂസ് ചെയ്യാം. ഡോട്ട് ആൻഡ് കീൻ്റെ പ്രോഡക്റ്റാണ്. സോ ഞാൻ വെരി ഫസ്റ്റ് 2 വർഷങ്ങനായി. സാധനത്തിൻ്റെ ഡേറ്റ് കഴിഞ്ഞാൽ എനിക്കറിയില്ല. ബട്ട് ഐ ലവ് ദിസ്. ഒന്നുമില്ലെങ്കിൽ ഇത് ദിവസത്തോടെ രാത്രി ഇട്ടിട്ട് രാവിലെ എണീക്കുമ്പോഴേക്ക് ലിപ്സൊക്കെ ഒന്ന് പ്ലംപി ആയ പോലെ ഉണ്ടാവും. എനിക്ക് ഇഷ്ടമായി പ്രോഡക്റ്റ്. ദിസ് ഇസ് ഗഷ് ബ്യൂട്ടിൻ്റെ ഗ്ലോ ഗെറ്റർ. എനിക്കത് ഭയങ്കര ഇഷ്ടമായി. ഇതെല്ലാം നാട്ടിൽ നിന്ന് വാങ്ങിച്ചേ. നൈക്കയിലുണ്ടാവും കേട്ടോ. ഇഫ് യു തീരാനായി. ഓയോ, സങ്കടമാണ് എനിക്ക്. ഞാനിത് എങ്ങനെ വാങ്ങും ഇവിടുന്ന്? നാട്ടിൽ നിന്ന് ആരെങ്കിലും വരുന്നത് കൊടുത്തിടാൻ പറയണം. ഇവിടെയൊക്കെ അങ്ങനത്തെ സാധനങ്ങൾ, ഇവിടെ എല്ലാവരും മേക്കപ്പ് അധികം യൂസ് ചെയ്യുന്നത് കൊണ്ട് ഇതിൻ്റെ പോലത്തെ പ്രോഡക്റ്റ്സ് എല്ലാം ഇവിടെ എന്തായാലും ഉണ്ടാവും. ബട്ട് എനിക്ക് വലിയ പിടുത്തം കിട്ടിയിട്ടില്ല ഇവിടുത്തെ എവിടെ എങ്ങനെയാണ് തീരാനായി സാധനം. സോ ഇതും അതുപോലെ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിട്ട് കഴിഞ്ഞാൽ ഒരു സ്കിൻ ഫിനിഷ്. ഓക്കെ, നമുക്ക് ഐബ്രോസ് ഒന്ന് ശരിയാക്കി കൊടുക്കാണ്ട്. ഐ ജസ്റ്റ് മേക്ക് ഇറ്റ് എന്താ പറയണ്ടേ, ഒന്ന് ചാച്ചു കൊടുക്കുക. ഞാനിതൊരു ഐബ്രോ ജെല്ലൊന്നും വാങ്ങിച്ചിട്ടില്ല. ദിസ് ഇസ് നോട്ട് പിച്ച് ബ്ലാക്ക്, ഇതൊരു ബ്രൗൺ ആണ്. സോ ഒരു നാച്ചുറൽ ഫിനിഷ് തന്നെയാണ് ഇത് തരിക. ഐബ്രോസ് ഡൺ. അത് മതി, അത്ര മതി. സോ മനീഷ് മൽഹോത്രയുടെ മസ്കാര ഉണ്ട്. സോ ഇത് വെച്ച് ഞാനെന്താ ചെയ്ത് കൊടുക്കുക വെച്ചാൽ, ഐ ഡോണ്ട് ഹാവ് ഐബ്രോ ജെൽ ഓർ എനിത്തിങ്. ഉള്ളത് കൊണ്ട് ഓണം പോലെ ടീംസാണ്. എന്തുണ്ടോ അത് വെച്ച് നമുക്ക് മൾട്ടിപർപ്പസ്. സോ ഞാൻ ഐബ്രോ ജെൽ ഇല്ലാത്തതുകൊണ്ട് ഐ യൂസ് ദിസ് ടു ലിഫ്റ്റ് മൈ ഐബ്രോസ് ആൻഡ് ദിസ് ഗിവ്സ് എ ഡെഫിനിഷൻ. കൻ യു സീ? എനിക്ക് പിഗ്മെൻറ്റേഷൻ ഉണ്ട്. സോ പിഗ്മെൻറ്റേഷൻ എനിക്ക് മെയിൻലി എവിടെയാണെന്ന് വെച്ചാൽ എൻ്റെ ലിപ്സിൻ്റെ ഏരിയ ആൻഡ് നോസിൻ്റെ ഇവിടെ ഒരു പോലെ ഇവിടെ എനിക്ക് പിഗ്മെൻറ്റേഷൻ ഉണ്ട്. ആൻഡ് ദിസ് ഏരിയ മെയിൻലി. ആൻഡ് കുറച്ച് ഇവിടെ ഞാൻ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കും. സോ ഞാൻ അതിന് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ കളർ ബാറിൻ്റെ കൺസീലർ പാലറ്റാണിത്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ 2 ഷെയ്ഡാണ് എൻ്റെത്. ബട്ട് എനിക്ക് എൻ്റെ ഷെയ്ഡ് മാത്രമായിട്ട് എനിക്ക് അങ്ങനെ വാങ്ങാൻ കിട്ടിയിട്ടില്ല. ഇതെനിക്ക് മാച്ചായി. സോ ഞാൻ മൊത്തത്തിൽ ഇങ്ങോട്ട് വാങ്ങിച്ച് എൻ്റെ കസിൻസൊക്കെ ഉണ്ടാകുന്ന സമയത്ത് എല്ലാം ഒരു തോണ്ടി എടുത്തതാണ്. ഒരേ സ്കിൻ ഷെയ്ഡ് എല്ലാവർക്കും യൂസ് ചെയ്യാമല്ലോ. ഞാനിപ്പോൾ ഇവിടെ വന്നാലാണ് ഞാൻ ഒറ്റ കുറുക്കനായി. നാട്ടിലുള്ള സമയത്ത് എല്ലാം വാരി പൊത്തും എൻ്റെ സാധനങ്ങൾ. I miss my cousins. This is orange color corrector. So it's എല്ലാം ഉണ്ട് നമുക്ക് വേണമെങ്കിൽ. സോ ഓറഞ്ച് കളർ കറക്റ്റർ എടുത്തിട്ട് ഞാൻ ഫസ്റ്റ് ഡാർക്ക് സ്പോട്ട്സ് എവിടെയൊക്കെയാണെന്ന് വെച്ചാൽ അതൊന്ന് ചെറുങ്ങനൊന്ന് മെയിൻലി ഇവിടെയാണ്. ഈ പിഗ്മെൻറ്റേഷനിൽ അങ്ങനെ പോവാന്ന് അറിയില്ല. സ്കിൻ കെയർ ചെയ്തിട്ടുണ്ട് ഇതാ അവസ്ഥ. സ്കിൻ കെയർ ഒന്നും ചെയ്തിട്ടില്ലേ പിന്നെ ഇവിടെ എല്ലാം കുറച്ച് സ്പോട്ട്സ് ഉണ്ട്. മുഖക്കുരി വന്നതിൻ്റെതാണ്. എസ്പെഷ്യലി ഈ പീരിയഡ്സിൻ്റെ സമയത്താകുമ്പം ആശാന്മാരും എല്ലാം പൊന്തും. ആൻഡ് ദെൻ എൻ്റെ കൺസീലർ ഷെയ്ഡ് ഇത് 2ആണ്. ഇതാണ് മെയിൻലി യൂസ് ചെയ്യുന്നത്. അത് ഓരോരിക്കലും മാറും. സോ ഞാൻ ചെയ്ത ഒരു പൊട്ടത്തിരങ്ങ കേൾക്കണം. സോ ഞാൻ നാട്ടിൽ നിന്നാണ് ഫസ്റ്റ് ടൈം ഫൗണ്ടേഷൻ വാങ്ങുന്നത്. സോ 2023 ഓഗസ്റ്റ് ഇറ്റ് വാസ് മൈ ഗിഫ്റ്റ് ടു മൈ സെൽഫ്. ഭയങ്കര ഹാപ്പി ആയിട്ട് ഞാൻ പോയി ഫൗണ്ടേഷനെല്ലാം വാങ്ങി. എനിക്ക് പെർഫെക്റ്റ് മാച്ച് കിട്ടി. ഐ വാസ് സോ ഹാപ്പി. അത് ഞാൻ നാട്ടിൽ നിന്നുള്ള സമയത്ത് നല്ലോണം യൂസ് ചെയ്ത് ആടിപ്പാടി നടന്ന് എല്ലാവരായി. ഞാൻ എന്നിട്ട് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ കുറേ കാലം നിൽക്കുമല്ലോ, നമുക്ക് അത്ര പെട്ടെന്നും തിരിയില്ല. നമ്മളങ്ങനെ എല്ലാ സ്ഥലത്തൊന്നും പോകുമ്പോൾ ഒന്നും ഫൗണ്ടേഷൻ വാരിപ്പൊത്തിയിട്ട് പോകുന്ന സ്വഭാവം ഇല്ല. നമ്മൾ അത്രയല്ലേ യൂസ് ചെയ്യുള്ളൂ. പിന്നെ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഷെയ്ഡ് മാച്ചിലാത്തതുകൊണ്ട് അങ്ങനെ കോമൺ ആയിട്ട് ഷെയറിങ് ഒന്നും ഉണ്ടാവില്ല. എൻ്റെ ഫൗണ്ടേഷൻ വാസ് ദയർ ഫോർ എ വെരി ലോങ് ടൈം. ഞാൻ ഇവിടെ കൊണ്ടുവന്ന സമയത്ത് ഞാൻ ഈ നാട്ടിൽ വന്ന പാട് ഇവിടെ സമ്മറാണ് UK.
സോ സമ്മർ ആകുന്ന സമയത്ത് ദ എക്സ്പോഷർ ടു സൺലൈറ്റ് വാസ് അധികമായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ വന്നാൽ നല്ലോണം കറുത്ത്, എൻ്റെ സ്കിൻ ഷെയ്ഡിനേക്കാളും നോർമലി ഉള്ളതിനേക്കാളും ഞാൻ കറുത്ത്. ഞാൻ ഇവിടുത്തെ കാലാവസ്ഥ അനുസരിച്ച് മാറുന്നതാണ്. ഇവിടെ ഇങ്ങനെ സണ്ണ് പോകും, കുറച്ച് കഴിഞ്ഞാൽ വെറും ഇരുടാവുന്നൊന്നും എനിക്ക് വലിയ ഐഡിയ ഇല്ല. ധാരാളം ഇവിടെ ഇങ്ങനെ ഐ ഹാഡ് അറിയാം ഇങ്ങനെ പറയും, പക്ഷെ എനിക്കത് മൈൻഡിൽ അങ്ങനെ അതിനനുസരിച്ച് എൻ്റെ സ്കിന്ന് മാറുന്നൊന്നും എനിക്കൊരു ഐഡിയ ഇല്ലേനു. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ കറക്റ്റില്ലേ, സ്കിന്നിന് മാച്ച് ആവുന്ന ഫൗണ്ടേഷൻ വേറെ വാങ്ങാൻ വെച്ചിട്ട് ഞാൻ ആ ഫൗണ്ടേഷൻ ഞാനും ദിനേഷും ഒരു ട്രിപ്പിന് പോയിന് അല്ലാണ്ട്. അപ്പോൾ ആടെ ഹോട്ടൽ റൂമിൽ ഞാൻ വലിച്ച് ചാടിയതല്ല, ആടെ തന്നെ വെച്ചിട്ട് വന്നു. ബട്ട് മൈ ഡിയർ ഹസ്ബൻഡ് തോട്ട് ഞാൻ മറന്നു വാങ്ങിച്ചിട്ട് അതും പെറുക്കി എടുത്തിട്ട് വന്നു വീട്ടിൽ. ഞാൻ പറഞ്ഞു എന്നോട് ആരും എടുക്കാൻ പറഞ്ഞാൽ വലിച്ചു ചാടി സാധനം കുപ്പ് എന്തെങ്കിലും ഇങ്ങനെ എടുത്തിട്ട് വന്നു. ഞാൻ പിന്നെയും വലിച്ചു ചാടി. അപ്പോൾ അതിന് ശേഷം എന്താ വെച്ചാൽ എനിക്ക് ഫൗണ്ടേഷൻ വേണമല്ലോ. അപ്പോൾ ഞാൻ എന്ത് വെച്ചാൽ ഇവിടെ ഉള്ള സൂപ്പർ ഡ്രഗ് എന്ന് പറഞ്ഞ ഇവിടുത്തെ ഡ്രഗ് സ്റ്റോറിൽ പോയിട്ട് ഞാൻ ഫൗണ്ടേഷൻ വാങ്ങാൻ പോയി. ഫൗണ്ടേഷൻ എല്ലാം വാങ്ങിച്ചത് സ്കിൻ ടിൻ്റാണ് വാങ്ങിച്ചത്. അടുത്തുള്ള പെണ്ണിനോട് ഞാൻ പറഞ്ഞു എന്നെ ഒന്ന് സഹായിച്ചാൽ മോളെ, എനിക്ക് ഇങ്ങനെ ഫൗണ്ടേഷൻ ഒന്ന് വേണം, എൻ്റെ ഷെയ്ഡ് ഞാൻ ആടെ യൂസ് ചെയ്ത മേബിലിൻ ഇവിടെ ഉണ്ട്, ബട്ട് ആ ബ്രാൻഡ് എനിക്ക് ആ സ്പെസിഫിക് ഐറ്റം എനിക്ക് ഇവിടെ കിട്ടിയില്ല. ഞാൻ പറഞ്ഞ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്, അത് എനിക്ക് മാച്ച് ആകുന്നില്ല, ഞാൻ എനിക്കൊന്ന് പറ്റി എടുത്താന്ന് പറഞ്ഞ സാധനം. എനിക്ക് ഒരു സ്കിൻ ടിൻ്റ് എടുത്താന്ന് മേബിലിൻ തന്നെയാണെന്ന് തോന്നും. അപ്പോൾ ആ വരച്ച് നോക്കി ഞാനും വിചാരിച്ചാൽ ഇത് മാച്ചാണ്. എടുത്ത് വീട്ടിൽ വന്ന് അതിട്ട് നോക്കുമ്പോൾ എൻ്റെ ഷെയ്ഡിനേക്കാളും ഒരു 3 ഷെയ്ഡ് ഡാർക്കർ. എൻ്റെ സ്കിന്നേക്കാളും ഭയങ്കര ഡാർക്ക്. ബട്ട് ഞാനെന്ത് വിചാരിച്ചു, കറുത്താൽ എന്താ നല്ല ഷൈനിങ് ആയപ്പോൾ വെച്ചിട്ട് ഞാൻ അതും വാരിപ്പൂശി നടക്കും. ഒരു ദിവസം ദിനേശനോട് പറഞ്ഞു ദയവ് ചെയ്ത് ഇത് ഇടല്ല, ഭയങ്കര മുഖം എന്തോ ഒരു നമ്മളെ കളറിനേക്കാളും വെളുപ്പിച്ചാലും കറുപ്പിച്ചാലും ഇറ്റ് ലുക്സ് ഓഡ്. നമ്മളെ സ്കിൻ കളർ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണല്ലോ നമ്മുടെ എയിം. അപ്പോൾ ഒരു ദിവസം എനിക്ക് തന്നെ തോന്നി ഇത് കുറച്ച് ബോറാണെന്ന് തോന്നുന്നത്. അപ്പോൾ പിന്നെ താങ്ക് ഗോഡ് അത് ഞാൻ വലിച്ചു ചാടിയില്ല. ഞാൻ ആദ്യം ചെയ്ത തെറ്റ് ഞാൻ ചെയ്തില്ല. അന്നേരം ഞാൻ വിചാരിച്ചു, എല്ലാവരും ഇങ്ങനെ പറഞ്ഞ് എന്തിനാ ചാടി, ഇത് രണ്ടും മിക്സാക്കി ഇനി അങ്ങനെ യൂസ് ചെയ്തിടുന്നു, വിവരം വേണ്ടേ. ഇപ്പോൾ മുഖത്ത് സ്പോട്ടൊന്നുമില്ല, ഏകദേശം ഞാൻ ഹൈഡ് ചെയ്ത്. ഇനി നമുക്ക് നെക്സ്റ്റ് ചെയ്യാനുള്ളത് മേബിലിൻ്റെ സൂപ്പർ സ്റ്റേൻ്റെ സ്കിൻ ടിൻ്റാണിത്. ബട്ട് ഐ എം ഗോയിങ് ടു യൂസ് ദിസ് ആസ് മൈ കോൺടൂർ. ദിസ് ഇസ് പുട്ടി ബ്ലഷ് എൽഫിൻ്റെ. ഒരു സട്ടിലായിട്ട് എൻ്റെ സ്കിൻ കളർ മാച്ച് ആകുന്നുണ്ട്. ആരും പേടിക്കണ്ട, കൊടി പോലെയൊക്കെ തോന്നും. ആൻഡ് ദ നെക്സ്റ്റ് വൺ, ഇത് പാക്കിൻ്റെ ഹൈലൈറ്ററാണ്. ഒന്നുമില്ലെങ്കിൽ ഈ ഹൈലൈറ്റർ എടുത്തിട്ട് എന്തൊരു തിളക്കമായിരിക്കും എന്നറിയാം. പാക്കിൻ്റെ ഹൈലൈറ്റർ കൊണ്ട് ഏറ്റവും ടോപ്പ്, ഏറ്റവും ഇങ്ങനെ ഉന്തി നിൽക്കുന്ന സ്ഥലമില്ലേ, അവിടെ ഒന്ന് ലൈറ്റായിട്ട് ഇട്ട് കൊടുക്കുക ആദ്യം. വേണമെങ്കിൽ ഹൈലൈറ്റർ നമുക്ക് പിന്നെ ഇടാം. ആൻഡ് ദെൻ വി വിൽ ഇത് ബ്ലെൻഡ് ചെയ്യുന്ന സമയത്ത് താഴോട്ട് ഇതാക്കാൻ പാടില്ല, വി ഷുഡ് ബ്ലെൻഡ് അപ്വേർഡ്സ്. സോ ഡൺ. ഫിറ്റ്മീൻ്റെ പൗഡറാണ് എൻ്റെ സ്കിന്നിന് മാച്ചായി ഞാൻ വാങ്ങിച്ചതായിരുന്നു. ആ കട്ട് നല്ലോണം മനസ്സിലാവണം. ഓക്കെ, ബാക്കിയുള്ള സ്ഥലത്ത് ഒന്ന് ബാലൻസ് ചെയ്ത് കൊടുക്കണം. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒരു ഒബ്വിയസ് ലൈന് പോലെ, ബട്ട് നമ്മൾ മേക്കപ്പ് ഒന്ന് സെറ്റായിട്ട് അവസാനം സെറ്റിംഗ് സ്പ്രേയിൽ അടിക്കുമ്പോൾ അത് പെർഫെക്റ്റ് ആയിക്കോളും. ഇനി എന്ത് ചെയ്യുക, ഹൈലൈറ്റർ ഇവിടെ അങ്ങനെയായിരിക്കും. ആൻഡ് നെക്സ്റ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മൾ ഐ മേക്കപ്പിലേക്ക് ഇറക്കാൻ പോവാണ്. ഐസ് ആൻഡ് ലിപ്സ് ആർ ലൈക്ക് മെയിൻ തിങ്. ലിപ്സ്റ്റിക് വന്നിട്ട് നമ്മൾ വാങ്ങാൻ പോകുന്ന വരെ എപ്പോഴാണെങ്കിലും നമ്മൾ ലിപ്സ്റ്റിക് ഇടണം. വിട്ടിട്ടുള്ള കളിയില്ല, ലിപ്സ്റ്റിക് വിട്ടിട്ടുള്ള ഒരു ഏർപ്പാടും പറ്റൂല. നിക്സിൻ്റെ അൾട്ടിമേറ്റ് എഡിറ്റിൻ്റെ ഒരു പാലറ്റാണ് എൻ്റെ അടുത്തുള്ളത്. ചെറിയൊരു പാലറ്റാണ്. ഇതിൽ ഞാനാകെ യൂസ് ചെയ്യുന്ന ഒറ്റൊരു ഷെയ്ഡാണ് ദിസ് വൺ. എൻ്റെ ഫേവറേറ്റാണ്. അതിന് ഷെയ്ഡിന് പേരുണ്ടോയെന്ന് എനിക്കറിയില്ല. സോ ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് എൻ്റെ സ്കിൻ കളറിന് ബ്രൗൺ, എൻ്റെ സ്കിൻ പോലത്തെ കളറാണ് നിങ്ങൾക്കെങ്കിൽ ബ്രൗൺ സ്കിന്നിന് മാച്ച് ആയത്. അതിനോട് ജസ്റ്റ് ഒരു ലൈറ്റ് ഷിമ്മറി ആയിട്ടുണ്ട്. സോ നൈറ്റ് ലുക്കിനൊക്കെ ദിസ് റിയലി ലുക്സ് ഗുഡ്. ഐ ലവ് ദിസ്. സോ കണ്ണ് എഴുതുന്ന ഒരു ടെക്നിക്ക് പലരെയും കണ്ണ് കണ്ടിട്ട് അതുപോലെ എഴുതാനുള്ള ശ്രമിച്ചു, പക്ഷേ എനിക്കത് പിടികിട്ടില്ലേ ഇല്ല. ഓരോ കണ്ണിൻ്റെ അത്ര ഭംഗി നമ്മളെ കണ്ണിന് വരികയില്ല. ബട്ട് ഞാൻ എന്തൊരു പൊട്ടത്തെയാണ്, ഐ ഷേപ്പിന് അനുസരിച്ചാണ് ഐലൈനർ എഴുതണ്ടും ഐ ഷാഡോ ഉണ്ടെന്നൊക്കെ ഐ റിയലൈസ്ഡ് വെരി ലേറ്റ്. ചെറുപ്പം തൊട്ടേ നമ്മൾ ഡാർക്ക് സ്കിൻ ആയിട്ടുള്ള സമയത്ത് ഫസ്റ്റ് നമ്മൾ നോക്കും. നമ്മൾ ടി വിയിലായാലും പല സ്ഥലത്തും നമ്മൾ മെയിൻലി കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ ദർ ആർ മെനി പീപ്പിൾ ഫ്രം എവറി സ്കിൻ ഷെയ്ഡ് ആൻഡ് എവറിത്തിങ് ഇസ് ദാറ്റ്. ബട്ട് കുറച്ച് മുന്നേ വരെ അങ്ങനെ ആയിരുന്നില്ല സിറ്റുവേഷൻ. സോ നമ്മൾ മെയിൻലി കാണുമ്പോൾ നല്ല വെളുത്തിട്ടുള്ള ആൾക്കാരായിരിക്കും ഞാനിപ്പം കാണുന്നത് അങ്ങനെ. ആസ് എ ഡാർക്ക്
സ്കിന്നുകൾ. ബട്ട് എനിക്കത് മനസ്സിലാവുന്നില്ലേനു. അവർക്ക് വെളുത്തത് കൊണ്ടാണ് അവർക്ക് അങ്ങനെ ഇട്ടിട്ട് അത്ര അങ്ങനെ തോന്നിക്കുന്നത്. ഞാൻ സെയിം സാധനം ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ വരില്ല എന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു. ഐ യൂസ് ടു ഡു സെയിം തിങ് ബട്ട് ഇറ്റ് വോണ്ട് ടേൺ ഔട്ട് ലൈക്ക് ദാറ്റ്. കറുപ്പ് സ്കിന്നിന് കറുത്ത ആൾക്കാർക്ക് വേറെ മേക്കപ്പ് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെയാന്ന് തോന്നുന്നു കറുത്ത ഒരു ഭംഗിയില്ല എന്നുള്ള പോലത്തെ ഒരു കോൺസെപ്റ്റൊക്കെയാണ് പല സ്ഥലത്തുള്ളത്. ബട്ട് അങ്ങനെയല്ല, നമുക്ക് റൈറ്റ് മേക്കപ്പ് റൈറ്റ് സാധനം കേട്ട് കഴിഞ്ഞാൽ വിൽ ബി സ്റ്റണ്ണിങ്. സോ ഇപ്പം അങ്ങനെയല്ലേ, ഇപ്പം എത്രയോ മാറി. ഇപ്പം അങ്ങനെയൊന്നുമല്ല. ഫോർ എല്ലാ സ്കിന്നിനും എല്ലാ ഇതിനും ആൾക്കാർക്കും ദർ ആർ പ്രോഡക്ട്സ് ആൻഡ് തിങ്. സോ ഞാൻ ഇപ്പോൾ ഇത് പറഞ്ഞുകൊണ്ടെന്ന് വെച്ചാൽ കണ്ണിൻ്റെ മേലെ മോസ്റ്റ്ലി എനിക്ക് ഐഷാഡോ ഭയങ്കര ഇഷ്ടമാണ്. ബട്ട് എനിക്ക് ഐഷാഡോ ഇട്ട് കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാവാറില്ല അത്ര, അതൊരു എടുപ്പ് കൊടുക്കില്ല. സോ ഐഷാഡോ ഇട്ട് ഭംഗി വരണമെങ്കിൽ മെയിൻലി ഇവിടെ ഏരിയ കുറേ ഉണ്ടാവണം. സോ ഇതെന്ന് ഹൂഡഡ് ഐസ് ആണ് എൻ്റെയൊക്കെ. ഇവിടെ ഒരു മടക്ക് വരുന്നതുകൊണ്ട് നമ്മൾ ഐഷാഡോ ഇട്ട് കഴിഞ്ഞാൽ വലിയ കാര്യമില്ല. ചില ആൾക്കാർക്ക് ഇവിടെ കുറേ സ്പേസ് ഉണ്ടാവും, കണ്ണ് അത്ര ഹൂഡഡ് ആയിരിക്കില്ല. അങ്ങനത്തെ ആൾക്കാർക്ക് ഐഷാഡോ വെച്ച് കുറേ കളി കളിക്കാം. അത് ഡബിൾ ഷെയ്ഡ് അങ്ങനത്തെ ഇങ്ങനത്തെ ഐഷാഡോ മെയിൻലി കുറച്ച് ഷിമ്മറി ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ കണ്ണ് വലുതായിട്ട് തോന്നും, അല്ലെങ്കിൽ കണ്ണ് ചെറുതായി പോകും. എൻ്റെ ഒരു നിഗമനം. ദിസ് ഇസ് മേബ്ലിൻ ന്യൂ യോർക്ക് ലാസ്റ്റിംഗ് ഡ്രാമ ഇന്നർ കോർണർ. ആൻഡ് നെക്സ്റ്റ് വന്നിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഹൈപ്പർ ഗ്ലോസി ലിക്വിഡ് ലൈനർ. എനിക്ക് ഡ്രസ്സിനേക്കാളും എനിക്ക് ഇങ്ങനത്തെ സാധനങ്ങളോടാണ് ഇഷ്ടം. ഡ്രസ്സൊക്കെ എനിക്ക് അത്ര ഇല്ല എനിക്ക്. പക്ഷേ മേക്കപ്പ് ലിപ്സ്റ്റിക്സ് എൻ്റെ അങ്ങനത്തെ സാധനങ്ങളോട് എന്തോ ഒരു സ്നേഹം, ഒരു ആർത്തി ചെറുതൊട്ടെ. എൻ്റെ ലൈഫിൽ ഫസ്റ്റ് എൻ്റെ വില്ലേജിൻ്റെ മോള് എനിക്കൊരു മേക്കപ്പ് സെറ്റ് തന്നു. ഇറ്റ് വാസ് ലൈക്ക് ദിസ് ബിഗ്. ഞാൻ ചെറുപ്പത്തിൽ ഓ മൈ ഗോഡ്, എനിക്കിപ്പോൾ എന്താണോ അതേപോലെ. അപ്പം എനിക്ക് ഇതിൻ്റെ 4 ഇരട്ടി ഇഷ്ടമായി മേക്കപ്പിനോട്. ഞാൻ അതോടുത്ത് വീട്ടിൽ വന്ന് എത്ര സന്തോഷിച്ചിട്ടാണ് വന്നെന്നറിയാം. എനിക്ക് 2 ആങ്ങളമാരുണ്ട്, 2 ഏട്ടന്മാർ, ദുഷ്ടന്മാർ. ഞാനിതിൽ ഇട്ട് നടക്കുന്നുണ്ട്. ഒരു എടി ഇത് നടല്ലേ അങ്ങനെ അങ്ങനെ പറഞ്ഞു നടന്നു. ഞാൻ കേൾക്കുമല്ലോ. ഒരു തരത്ത് തീയിലിട്ട് ഞാൻ ആ തീയിലേക്ക് ഓടി. ഞാൻ അതിൽ തുള്ളിയിട്ടുണ്ടാവേനു ആ മേക്കപ്പ് ആ കിറ്റ് എടുക്കാൻ. ബട്ട് എന്നെ 2 ഏട്ടന്മാർ തടഞ്ഞു വെച്ച്. 6 വയസ്സുള്ള ഒരു കുട്ടി ഇങ്ങനെ മേക്കപ്പ് ഇട്ട് നടന്നു കഴിഞ്ഞാൽ മോശം തന്നെയാണ്. സോ ഇതേ പണ്ടുപോലെ അതേ കണ്ടെഴുതണം. ദാറ്റ് ഇസ് ദ ബിഗ്ഗസ്റ്റ് ടാസ്ക്. ഇങ്ങനെ വന്ന് ഇങ്ങനെ, അപ്പം ഇങ്ങനെ പോയി ഇങ്ങനെ. ലോറിയൽ പാരിസിൻ്റെ ടെലിസ്കോപ്പ് മസ്കാരയാണിത്. മസ്കാരകളിൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഇതാണ്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഐസ് ആർ ഡൺ. ദിസ് ഈസ് മൈ ഐസ് റൈറ്റ് നൗ. കളർ ബാറിൻ്റെ പ്യോർ വിനോ എന്ന് പറഞ്ഞ ഷെയ്ഡാണ് ഞാൻ ഇന്ന് യൂസ് ചെയ്യാൻ പോകുന്നത് ആസ് എ ലിപ്പ് ലൈനർ. കളർ ബാറിൻ്റെ ഒരു ന്യൂഡ് ലിപ്സ്റ്റിക്കാണിത്. സോ ഞാൻ ഇതിനെ ഉള്ളിൽ ഒരു ന്യൂഡ് ആണിത്. ഷെയ്ഡ് 21 മേബിലിൻ സെൻസേഷണലിൻ്റെ ഒരു ന്യൂഡ് ഷെയ്ഡാണിത്. ഇതെല്ലാം ഏതോ കാലങ്ങളായിട്ടുള്ളതാണ്. എനിക്ക് എൻ്റെ ദീദി എൻ്റെ ഏടത്തി തന്നതാണിത്. സോ ഞാൻ മേക്കപ്പിൽ ഇടുമ്പോഴേക്ക് എൻ്റെ ഈ ബ്യൂട്ടി മാർക്കൊന്ന് ഡിമ്മാണ്. അപ്പം ഞാനിതൊന്ന് കറുപ്പിച്ചോളൂ. സോ ദിസ് ഇസ് ദ ലുക്ക്. ഹൗ ഇസ് ഇറ്റ്? ഇത് ഹൈനെക്ക് ആയതുകൊണ്ട് ഞാൻ മുടി താഴ്ത്തിയിട്ട് കഴിഞ്ഞാൽ ഇറ്റ് വോണ്ട് ലുക്ക് ഗുഡ്. സോ ബെറ്റർ നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് ലണ്ടൻ മെയിൻ സിറ്റീസ് ഔട്ട്ഡോർ ആയിരിക്കും ഫുള്ള്. ആൻഡ് ഇന്ന് കുറച്ച് വിൻഡി കൂടിയാണ്. അപ്പം മുടി ഞാൻ അഴിച്ചിട്ട് കഴിഞ്ഞാൽ എല്ലാം കൂടെ ചിക്ക് കെട്ടി ഐ വോണ്ട് ബി ഏബിൾ ടു ഹാൻഡിൽ ഇറ്റ്. സോ ബെറ്റർ പുട്ട് മൈ ഹെയർ ലൈക്ക് ദിസ്. സോ ദിസ് ഇസ് മൈ ഹെയർ സ്റ്റൈൽ ഫോർ ടുഡേ. ഒരു മെസ്സി ബൺ സ്റ്റൈലിൽ. ദിസ് ഇസ് ഗോയിങ് ടു ബി മൈ സ്റ്റൈൽ ടുഡേ. ആൻഡ് ആക്സസറീസ് ടൈം. ഐ ഡു ഹാവ് എ സിഗ്നേച്ചർ പീസ് ബാംഗിൾ. അടിപൊളിയല്ലേ? സി വണ്ടർ വുമൻ്റെ കയ്യിലുള്ള പോലെ ഇതിടാം. ആൻഡ് ഇതെൻ്റെ ഭർത്താവ് വാങ്ങി തന്നതാണ്. ഈ കമ്മൽ ഇസ് വെരി സ്പെഷ്യൽ ടു മീ ബിക്കോസ് എൻ്റെ ഫ്രണ്ട്സ് എൻ്റെ കല്യാണത്തിന് എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് തരുന്ന ഒരു വലിയ ബോക്സ് തന്നിന്. അതിൽ പല സാധനങ്ങളുടെയാണ്. അതിൽ ഒരു ഇതെന്ന് വെച്ചാൽ ഓർക്കാട്ടേരി ചന്തയിൽ പോയിട്ട് ഒരു വാങ്ങി തന്നു. കുറേ കമ്മലുകളുണ്ടായിരുന്നു, അതിലൊരു കമ്മലാണിത്. സോ ദിസ് കമ്മൽ ഇസ് ഫ്രം ഓർക്കാട്ടേരി ചന്ത. അങ്ങനെ ഓർക്കാട്ടേരി ചന്തയില്ല കാതില. ഇന്ന് എൻ്റെ കൂടെ ലണ്ടനിലെ ഏരിയയാണ്. മോതിരം ഈ കൈക്ക് ഓൾറെഡി വള ഇങ്ങനെ ഉള്ളതുകൊണ്ട് നമുക്കിത് റൈറ്റ് ഹാൻഡിലിട്ട് കൊടുക്കാം. ഓൾറെഡി വലിയ വളർന്നുകൊണ്ട് ചെറിയ മോതിരം. ദാറ്റ്സ് ഇറ്റ്. വി ആർ ഓൾമോസ്റ്റ് ഡൺ. ബട്ട് ഏറ്റവും അവസാനത്തെ കാര്യം എന്നോട് മറന്നത്. സോ ദിസ് ഇസ് പാക്കിൻ്റെ മൈക്രോ ഫിനിഷ് മേക്കപ്പ് ഫിക്സർ. സോ ഇതിട്ട് കഴിഞ്ഞാൽ കുറേ നേരത്തേക്ക് നമ്മളെ മേക്കപ്പ് അനങ്ങാണ്ട് നിന്നോളും. ഇവിടെ എൻ്റെ കൂളിംഗ് ഗ്ലാസ് എവിടെ? ഇനി നമ്മൾ റെഡി. ഇന്നത്തെ ഗെറ്റ് റെഡി വിത്ത് മീ ഇവിടെ അവസാനിക്കുന്നു ഗൈസ്. ഇനി മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ കാണാം. Until then, this is me, Adina Chandra, signing off from the life.